റമദാനിലെ പരിശുദ്ധമായ 27-ാം രാവ് പ്രാർത്ഥനയുടെ നിറവോടെ വിശ്വാസികൾ ആചരിച്ചു. 1000 മാസങ്ങളേക്കാൾ പുണ്യം നിറഞ്ഞ രാവായി ഈ ദിവസത്തെ വിശ്വാസികൾ കണക്കാക്കുന്നു. റമദാൻ മാസത്തിലെ പരിശുദ്ധമായ 27-ാം രാവ് പ്രാർത്ഥനയുടെ നിറവോടെ വിശ്വാസികൾ ആചരിച്ചു. 1000 മാസങ്ങളേക്കാൾ പുണ്യം നിറഞ്ഞ രാവായി ഈ ദിവസത്തെ വിശ്വാസികൾ കണക്കാക്കുന്നുണ്ട്. പാപമോചനവും നരകമോചനവും തേടി ഈ രാവിൽ ഉറങ്ങാതെയാണ് വിശ്വാസികൾ പ്രാർത്ഥനാ നിരതരാകുന്നത്. 27-ാം രാവിനോടനുബന്ധിച്ച് കായംകുളം പുത്തൻതെരുവ് ജമാഅത്ത് പള്ളിയിൽ വിവിധ ചടങ്ങുകൾ നടന്നു. നിരവധി പേർ പങ്കെടുത്ത നോമ്പുതറ ഉൾപ്പെടെയാണ് നടന്നത്. ഒട്ടേറെ പുണ്യങ്ങളുള്ള രാവാണ് 27-ാം രാവെന്ന് പുത്തൻതെരുവ് ഇമാം ഉനൈസ് അസ്ഹരി പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുത്തൻതെരുവ് മുസ്ലിം ജമാഅത്ത് കായംകുളം, ഇവിടുത്തെ ഞാൻ സേവനം ചെയ്യുന്ന മഹല്ലിലെ സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയുമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു രാവിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് നമ്മൾ. 27-ാം രാവിനെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദറാണെന്ന് ഒരുപാട് മഹത്തുക്കൾ ഉറപ്പിച്ചു പറഞ്ഞ ഒരു രാവിൽപ്പെട്ട രാവാണ് 27-ാം രാവ്. ഒറ്റ രാവുകളായ എല്ലാ രാവുകളിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം. എങ്കിലും 27-ാം രാവിന് വലിയ പവിത്രതയും വലിയ മഹത്വവും ഒരുപാട് മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിൻ്റെ എല്ലാ മഹത്വവും പ്രതിഫലവും നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ എന്ന് പറയുന്നത് ആത്മസംസ്കരണത്തിൻ്റെയും വിശുദ്ധിയുടെയും മാസമാണ്. വിശുദ്ധമായ റമദാൻ എന്ന് നമ്മൾ പറയുന്ന ആ വിശുദ്ധ റമദാനിൻ്റെ ആത്മീയമാകുന്ന എല്ലാ തരത്തിലുമുള്ള പരിശുദ്ധതയും നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കാൻ നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വരും ദിവസങ്ങൾ തുച്ഛമായ ദിവസങ്ങളാണ് എങ്കിലും ആ ദിവസങ്ങളിലും നോമ്പുകാരായി നിലകൊണ്ട് ഭൂമിയിൽ ഈ ലോകത്ത് നന്മകൾ വിതറുവാൻ, നന്മയുടെ സുഹൃതങ്ങളുടെ ഒരുപാട് അധ്യായങ്ങൾ തുറക്കുവാൻ മുഅ്മിനീങ്ങളാകുന്ന നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജമാഅത്ത് പ്രസിഡന്റ് ഷെയ്ഖ് പി ഹാരിസ്, സെക്രട്ടറി ഹക്കിം മാളികൽ, ട്രഷറർ സലിം തുടങ്ങിയവർ വിവിധ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.